പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനുമായിട്ട് നമുക്കറിയാം HSST പരീക്ഷകൾക്ക് വേണ്ടി HSSTയുടെ വിവിധ വിഷയങ്ങളിൽ HSST നോട്ടിഫിക്കേഷൻ ഉടൻ എത്തുകയാണ്. ഡിസംബർ 22-ാം തീയതി ചേർന്ന കമ്മീഷൻ യോഗ തീരുമാന പ്രകാരം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ HSST കെമിസ്ട്രി, ജൂനിയർ ഫിസിക്സ് തുടങ്ങി മിക്ക നോട്ടിഫിക്കേഷനുകളും ഉടനെ എത്തുകയാണ്. അതിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഉണ്ട്. എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മാത്സ് വരുന്നുണ്ട്, HST മാത്സ് ഉണ്ട്, HST ഇംഗ്ലീഷ് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി നോട്ടിഫിക്കേഷൻ വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ്, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ആണ് HSST കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ ഈ HSST കെമിസ്ട്രി നോട്ടിഫിക്കേഷൻ വരുന്നു. NVT നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരുപാട് പേർക്ക് പല സംശയങ്ങളുമായിട്ട് എല്ലാ ദിവസവും മാസ്റ്റർ കെ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ വിളിക്കുന്നുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് അറിയാനും ബാക്കിയുള്ള നിബന്ധനകളൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വൈസ് ഡീറ്റെയിൽ എങ്ങനെയാണ് അതിനൊക്കെ കൂടി വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമാകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു സെഷൻ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മുടെ കംപ്ലീറ്റ് അനാലിസിസ് ആണ്. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ, കഴിഞ്ഞ റാങ്ക് പട്ടിക, അതോടൊപ്പം തന്നെ ഇതുവരെ നടന്ന അഡ്വൈസ് ഡീറ്റെയിൽസ് എല്ലാം കൂടിയുള്ള ഒരു കംപ്ലീറ്റ് ഒരു അനാലിസിസ് ആണ് HST കെമിസ്ട്രിയുടെ ജൂനിയറിന്റെ ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻ എന്തായിരുന്നു, നോട്ടിഫിക്കേഷനിലെ ഏജ് എവിടെ വരെ ആയിരുന്നു, ഏതൊക്കെ ഏജ് ഗ്രൂപ്പുകാർക്ക്, എവിടെ വരെയുള്ള ഏജ് ഗ്രൂപ്പുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏത് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അഡീഷണൽസ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ നമ്മുടെ റാങ്ക് പട്ടികയും അഡ്വൈസ് ഡീറ്റെയിലൂടെ ഒന്ന് നോക്കിപ്പാം. അപ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് കവറായി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നോക്കിയേ, കഴിഞ്ഞ തവണത്തെ 2021 HSST കെമിസ്ട്രി ജൂനിയറിന്റെ നോട്ടിഫിക്കേഷൻ വന്നേ നമുക്കറിയാം. അപ്പോൾ ആ സമയത്ത് 740-ാം നമ്പർ വിജ്ഞാപനമായിട്ടായിരുന്നു അന്ന് നോട്ടിഫിക്കേഷൻ വന്നത്. കാറ്റഗറി നമ്പർ 740-ാം നമ്പർ 740/2021 ആയിരുന്നു വിജ്ഞാപന നമ്പർ. നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് നോക്കിയേ, കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കാണ് ആരെ വിളിക്കുന്നത്, ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് കെമിസ്ട്രി ജൂനിയറിനെ വിളിക്കുന്നത്. അപ്പൊ നോക്കിയേ, നെയിം ഓഫ് ദ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കെമിസ്ട്രി ആണ് കേട്ടോ. സ്കെയിൽ ഓഫ് പേ നോക്കിയേ, 45,600 to 95,600 ആണ് ബേസിക് പേ സ്കെയിൽ. അതായത് ബേസിക് പേ സ്കെയിൽ 45,600 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 45,600 ആണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഏതെങ്കിലും ഒരു കൗണ്ട് HST അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറില്ല. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നോക്കിയേ, ഏജ് നോക്കിയേ, ഏതൊക്കെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഏജ് ഓവർ ആയി പോയോ, ഞാൻ ഏജ് ഓവർ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അല്ലെങ്കിൽ സാറേ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഏത് ഏജ്, ഇപ്പം ഒരു ഡേറ്റ് മെൻഷൻ ചെയ്ത് പറയും, അത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. അത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അറിയാൻ പറ്റും. എങ്കിൽ പോലും ഏജ് 20-നും 40-നും ഇടയിലുള്ള ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കിയേ, ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അപ്പോൾ 20-നും 40 വയസ്സും ജനറൽ കാറ്റഗറിക്കാർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് HSST പോസ്റ്റുകൾ. HST കെമിസ്ട്രി നോക്കിയേ, ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് വിത്ത് യൂഷ്വൽ റിലാക്സേഷൻ ടു SC, ST ആൻഡ് OBC കമ്മ്യൂണിറ്റീസ്. അപ്പോൾ നമുക്കറിയാം, നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവ് SC, ST, OBC വിഭാഗക്കാർക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം ജനറൽ കാറ്റഗറിക്കാർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് ഉള്ളത്. അപ്പോൾ OBCക്കാർക്ക് 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC, ST വിഭാഗത്തിന് 5 വർഷത്തെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവുണ്ട്. അപ്പോൾ SC, ST ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗക്കാർക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് കൂടിയാണ് ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പോസ്റ്റുകൾ. ഓക്കെ, ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് വല്ലതും ഉണ്ടോ എന്നൊക്കെ തിരക്കുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ക്വാളിഫിക്കേഷൻ നോക്കാം. നോക്കിയേ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ദ കൺസേൺഡ് സബ്ജക്ട് വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്ക് ഫ്രം എനി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഓർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് ഇക്വലന്റ് ദർ ഇൻടു റെസ്പെക്റ്റീവ് സബ്ജക്ട് ബൈ യൂണിവേഴ്സിറ്റി ഇൻ കേരള. അപ്പം കേരള PSC അംഗീകരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 50% കുറയാത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് MSc കെമിസ്ട്രി ഉണ്ടാവണം. അപ്പോൾ MSc കെമിസ്ട്രി ഉണ്ടാവണം. 50% മാർക്കിൽ കുറയാത്ത MSc കെമിസ്ട്രി ആണ്, PG ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആണ് ഉണ്ടാവേണ്ടത്.
അത് നിങ്ങൾ കേരളത്തിൽ നിന്ന് നടത്തിയാവാം, കേരളത്തിൽ നിന്ന് വെളിക്കുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നടത്തിയാണെങ്കിലും അതിന്റെ ഇക്വലൻസി മേടിച്ചാൽ മാത്രം മതിയാവും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ MSc 50%, MSc കെമിസ്ട്രി 50% കുറയാത്ത മാർക്കാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം നോക്കിയേ, B.Ed in the concerned subject acquired after a regular course of study. ഒരു റെഗുലർ കോഴ്സിൽ നിന്ന് റെഗുലറായിട്ട് പഠിച്ച B.Ed ഡിഗ്രി ഉണ്ടാവണം, റെഗുലർ B.Ed ഡിഗ്രി ഉണ്ടാവണം എന്നാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. B.Ed ഉണ്ടാവണം, കമ്പൽസറി ആണ്. ഇനി B.Ed ഇല്ലാത്ത ഇൻ ദ ആബ്സെൻസ് ഓഫ് പേഴ്സൺസ് വിത്ത് B.Ed പറയുന്നുണ്ട്, നമ്മൾ ഇത് നോക്കിയേ വേണ്ട, ഈ 2ഉം 3ഉം നമ്മൾ നോക്കിയേ വേണ്ട. ഈ മേഖലയിൽ B.Ed ഇല്ലാത്തവരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം MSc കെമിസ്ട്രി ഒക്കെ എടുത്ത ആളുകൾ കൂടുതൽ പേരും B.Edഉം സെറ്റും ഒക്കെ ഉള്ള ആളുകളാണ്, M.Ed ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് B.Ed നോക്കിയേ വേണ്ട, അങ്ങനെ സംഭവം നോക്കിയേ വേണ്ട. കൂടുതൽ പേരും ഏറ്റവും കൂടുതൽ പേര് HSSCക്കൊക്കെ ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്യുന്ന കെമിസ്ട്രിക്കാരാണ് അപ്ലൈ ചെയ്യുന്നത്, അവർക്കെല്ലാം B.Ed ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ 2 കാര്യങ്ങൾ ആബ്സെൻസ് ഓഫ് പേഴ്സൺസ് ഓഫ് B.Ed നോക്കണ്ട. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് എന്താ, അടുത്ത വേണ്ട എന്താ, മസ്റ്റ് ഹാവ് പാസ്ഡ് ദ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, സെറ്റ് ഉണ്ടാവണം. അപ്പൊ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. PG അതായത് MSc കെമിസ്ട്രി 50% മാർക്കിൽ കുറയാത്ത MSc കെമിസ്ട്രി ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം B.Ed ഉണ്ടാവണം, അതാ കൺസേൺഡ് സബ്ജക്റ്റിൽ B.Ed ഉണ്ടാവണം. മൂന്നാമത്തത് സെറ്റ് ഉണ്ടാവണം, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം M.Ed ഉള്ളവർക്ക് ഈ പറഞ്ഞ B.Ed എക്സംഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി B.Ed എടുത്തതിന് ശേഷമാണ് M.Ed എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ PhD ഉള്ളവർക്കും അതുപോലെ MPhil ഉള്ളവർക്കും ഒക്കെ എന്തുണ്ട്, നമുക്ക് അവർക്ക് വെയിറ്റേജ് മാർക്ക് ഉണ്ട് കേട്ടോ. വെയിറ്റേജ് ഉണ്ട്. MPhil ഉള്ളവർക്ക് 2 മാർക്ക്, PhD ഉള്ളവർക്ക് 4 മാർക്ക്, അതോടൊപ്പം തന്നെ PhDയും MPhilഉം ഉള്ളവർക്ക് 5 മാർക്ക്, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉള്ളവർക്ക് 2 മാർക്ക്, അങ്ങനെ വെയിറ്റേജ് മാർക്ക് ഉണ്ട് കേട്ടോ. PhDയും MPhil, PhD അതുപോലെ MPhilഉം PhD ഉള്ളവർ, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഒക്കെ ഉള്ളവർക്ക് അവസാന റാങ്ക് പട്ടിക വരുമ്പോൾ അവർക്ക് എന്തുണ്ടാവും, വെയിറ്റേജ് മാർക്ക് ആഡ് ചെയ്തിട്ടായിരിക്കും റാങ്ക് പട്ടികയിൽ വരുന്നത്. ആ വെയിറ്റേജ് മാർക്ക് അവരെ ആദ്യം എത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അത് ഒരു ഇങ്ങനെയുള്ളൊരു ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്തിരിക്കുന്നത് PhD ഉള്ളവർക്കും MPhil ഉള്ളവർക്കും ഒക്കെ ഗുണകരമാണെന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം സെറ്റ് വേണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്, സെറ്റ് വേണം. അപ്പൊ ഈ സെറ്റിന് പകരം നിങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും, സെറ്റിന് പകരം ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ എക്സംപ്റ്റഡ് ആണെന്ന് നോക്കാം. അത് എക്സംഷൻസ് നോക്കാം. സെറ്റിന്റെ എക്സംഷൻ ആണ് ഈ പറയുന്നത്. ദോസ് പേഴ്സൺസ് ഹു ഹാവ് പാസ്ഡ് ദ സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് കോളേജ് ലെക്ചറേഴ്സ് കണ്ടക്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ആർ എക്സംപ്റ്റഡ് ഫ്രം ദ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഫോർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ്. അപ്പോ ഏതാണ് സെറ്റിന് പകരമായിട്ട് സ്ലെറ്റ് ഉള്ളവരെ ഉപയോഗിക്കുക? അത് ഏതാണ്? കോളേജ് ലെക്ചറർ, ദ പോസ്റ്റ് ഓഫ് കോളേജ് ലെക്ചറേഴ്സിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷയാണ് സ്ലെറ്റ് പരീക്ഷ. ഈ സ്ലെറ്റ് പരീക്ഷയിൽ എലിജിബിൾ ആയിട്ടുള്ളവർക്ക് സെറ്റ് വേണ്ട. ഓക്കെ, അപ്പോ സെറ്റ് എന്തിന് പകരമായിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? സ്ലെറ്റ് ഉള്ളവർക്ക് സെറ്റിന് പകരമായിട്ട് സ്ലെറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ സ്ലെറ്റ് ഉള്ളവർ SLET ആണ്, സ്റ്റേറ്റ് ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഉള്ള ആളുകൾക്ക്, അതിൽ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് സെറ്റ് വേണമെന്നില്ല. രണ്ടാമത്തെ കാര്യം നോക്കിയേ, ദോസ് പേഴ്സൺസ് ഹു ഹാവ് പാസ്ഡ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, നമുക്കറിയാം നെറ്റ് പരീക്ഷ, അതോടൊപ്പം തന്നെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് JRF. അപ്പോ നെറ്റോ JRF ഒരു അധിക യോഗ്യതയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണ്ട? സെറ്റ് വേണ്ട. ഈ നെറ്റും JRF ഉള്ളവർക്ക് സെറ്റ് വേണ്ട. അടുത്ത നോക്കിയേ, പേഴ്സൺസ് വിത്ത് PhD, MPhil, M.Ed ഡിഗ്രി. അപ്പൊ നോക്കിയേ, M.Ed ഉള്ള ആളുകൾ, അതുപോലെ PhD ഉള്ള ആളുകൾ, MPhil ഉള്ള ആളുകൾ, ഈ 3 വിഭാഗക്കാർക്ക് സെറ്റ് വേണ്ട. ഓക്കെ, അവർക്കും സെറ്റിന് എക്സംഷൻ ഉണ്ട് കേട്ടോ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇതുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പിന്നെ സെറ്റിന്റെ ആവശ്യമില്ല. അടുത്ത നോക്കിയേ, the teachers who have completed 10 years of approved teaching services at the high school level in the general education subordinate service shall be exempted from passing the state eligibility test. അപ്പം സെറ്റിന് പകരമായിട്ട് നമുക്ക് നിലവിൽ ഹൈസ്കൂളുകളിൽ 10 വർഷം കെമിസ്ട്രി അധ്യാപകരായിട്ടൊക്കെ ജോലി ചെയ്ത ആളുകൾ, അവർക്ക് എന്ത് വേണ്ട? സെറ്റ് വേണ്ട. അവർക്ക് എന്ത് മതി? 10 വർഷത്തെ ഇപ്പൊ നിലവിൽ സർവീസിൽ ഉണ്ടാവണം കൺസേൺഡ് സബ്ജക്ട്, അതായത്
ഈ പറഞ്ഞ ഹൈസ്കൂളിൽ കെമിസ്ട്രി അധ്യാപകരായിട്ട് നിലവിൽ ബന്ധപ്പെട്ട യോഗ്യതകളെല്ലാം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 10 വർഷം സർവീസ് പൂർത്തിയാക്കിയവർക്കും എന്ത് വേണ്ട, സെറ്റ് വേണ്ട. അവർക്കും സെറ്റിൽ നിന്ന് അവരെയും എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിലുള്ള ഈ ഒരു മാനദണ്ഡമുള്ള അധ്യാപകരെയും സെറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം ഈ പറഞ്ഞ പോലെ പരീക്ഷ നടത്തി അതിൽ നിന്ന് ആദ്യം വരുന്ന ഉദ്യോഗാർത്ഥികളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കും. അതിനുശേഷം ആദ്യം വരുന്ന ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ഇടും. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷം ഇന്റർവ്യൂ ഉണ്ട്. അതിനുശേഷമാണ് മെയിൻ പട്ടിക വരുന്നത്. പിന്നെ ചില ആളുകൾക്ക്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ PhD ഒക്കെ ഉള്ള ആളുകൾക്ക് കുറച്ച് വെയിറ്റേജ് മാർക്ക് അധികം ആവും. അപ്പോൾ ഈ വെയിറ്റേജ് ഇല്ലാത്ത ആളുകൾ എന്താ, ഇപ്പം MSc കെമിസ്ട്രി പ്ലസ് B.Ed ഒക്കെ ഉള്ള ആളുകൾ, ഓക്കെ, സെറ്റ് ഒക്കെ ഉള്ള ആളുകൾ, ഇവർക്ക് PhD യോ MPhil ഒന്നും ഇല്ലെങ്കിൽ അവർ കുറച്ചുകൂടി എന്ത് ചെയ്യുക, നന്നായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ വരാൻ പറ്റും. നിങ്ങളെ അതൊന്നും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ബാധിക്കത്തതേ ഇല്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ ഒരു തസ്തികയിൽ എത്ര നിയമനങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞു ഈ ഒരു റാങ്ക് പട്ടിക വന്നു. ഈ റാങ്ക് പട്ടികയിൽ ഇതുവരെ എത്ര നിയമനം നടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മൾ നിയമനങ്ങൾ എത്ര നടക്കുന്നു എന്നതിന് മുന്നായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് പട്ടികയോടെ നോക്കാം. അപ്പൊ ഈ റാങ്ക് പട്ടികയിൽ നോക്കിയേ, കാറ്റഗറി നമ്പർ 740/2021 പ്രകാരമാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത്. 29/8/2024 എന്ത് വന്നിരിക്കുന്നത്, നമുക്ക് ഈ ഒരു റാങ്ക് പട്ടിക വന്നിരിക്കുന്നത്. ആദ്യ റാങ്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് 43.33 മാർക്ക് ആയിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 43.33 മാർക്ക് ആയിരുന്നു എന്ത്, എഴുത്തു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന മാർക്ക്. ബാക്കി ഇന്റർവ്യൂവിനും ഒക്കെ ആഡ് ചെയ്തിട്ട് 73 മാർക്കാണ് ആദ്യ റാങ്ക് വരുന്ന ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു റാങ്ക് പട്ടികയിൽ എത്ര ഉദ്യോഗാർത്ഥികളെയാണ് കഴിഞ്ഞ തവണ കേരള PSC ഉൾപ്പെടുത്തിയതെന്നും കൂടെ നമുക്ക് നോക്കാം. ആകെ ഉൾപ്പെടുത്തിയത് 60 പേരെ മാത്രമേ ഉള്ളൂ. നോക്കിയേ, HST കെമിസ്ട്രിയുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എത്രയാ? 60 ആണ് കേട്ടോ. 60 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുവരെ നടന്ന അഡ്വൈസുകളുടെ എണ്ണമാണ്. നോക്കിയേ, HST കെമിസ്ട്രി ജൂനിയർ, നോക്കിയേ, ഈ ഒരു റാങ്ക് പട്ടികയ്ക്ക് ഇനിയും 1 വർഷവും 8 മാസവും കാലാവധി ഉണ്ട്. 2026 ഇപ്പം ജനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ 2027 8 മാസേ ഉള്ളൂ എന്ത് തീരുന്നത്, HST കെമിസ്ട്രി ജൂനിയറിന്റെ റാങ്ക് പട്ടിക തീരുന്നത്. ഈ ഒരു റാങ്ക് പട്ടികയ്ക്ക് ഇനി 1 വർഷവും 8 മാസവും കാലാവധി ഉണ്ട്. ഇപ്പൊ ഈ 1 വർഷവും 8 മാസവും കാലാവധി ബാക്കി നിൽക്കുക, നമുക്കറിയാം ബാക്കിയുള്ള സമയമാണ്. അതായത് ഏകദേശം ഒരു 1.5 വർഷത്തിനകത്ത് നടന്ന നിയമനമാണ്. ടോട്ടൽ അഡ്വൈസ് 65 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ഈ ഒരു 1.5 വർഷത്തിനകത്ത് ടോട്ടൽ അഡ്വൈസ് 65 എണ്ണം പോയിട്ടുണ്ട്. 9/10/2025 ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് വന്നേക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 9/10/2025. നോക്കിയേ, ഓപ്പൺ 41 ഓപ്പൺ പോയിട്ടുണ്ട് കേട്ടോ. 41 ഓപ്പൺ പോയിട്ടുണ്ട്. ഈഴവ 49 വരെ പോയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് സപ്ലിമെന്ററിയിൽ നിന്ന് 7 വരെ പോയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് 7 വരെ പോയിട്ടുണ്ട്. മുസ്ലിം 51ാമത് കിടന്ന മുസ്ലിം പോയിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ EWS നോക്കി. EWS യോഗ്യതയുള്ള, അതായത് നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ, EWSനൊക്കെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം വാങ്ങി കൈ ഇപ്പോഴേ വെച്ചേക്കണം. വെച്ചിട്ട് നിങ്ങൾ 1 ഇയർ വാലിഡിറ്റി ഉണ്ട്. നിങ്ങൾ ഈ റാങ്ക് പട്ടിക വന്നതിന് ശേഷം വാങ്ങിയാലും മതി, ആ സമയത്തേക്ക് നിങ്ങൾ വാങ്ങിയാലും മതി. വാങ്ങി നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് അപ്ലോഡും ചെയ്ത് EWS വിഭാഗത്തിൽ അപ്ലോഡും ചെയ്ത് വിടുക. നിങ്ങൾക്ക് എന്തുണ്ട്, വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ EWSന്ന് സപ്ലിമെന്ററിയിൽ നിന്ന് 4 പേര് പോയിട്ടുണ്ട്. അതായത് മെയിൻ ലിസ്റ്റിലുള്ള EWS ഫുള്ള് കഴിഞ്ഞതിന് ശേഷം 1, 2, 3, 4 സപ്ലിമെന്ററിയിൽ നിന്ന് 4ാമത് കിടന്ന EWSകാരനും പോയിട്ടുണ്ട്. അപ്പോൾ EWSകാരെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ്. EWSന്റെ ആ ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വാങ്ങി വെക്കുക. എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ്സുകൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാരുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോഴേ കളക്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇനിയൊരു 1 വർഷവും 8 മാസവും ഈ ഒരു റാങ്ക് പട്ടികയ്ക്ക് കാലാവധി ഉണ്ടെന്നിരിക്കെ എനിക്ക് തോന്നുന്നു ഈ റാങ്ക് പട്ടിക പൂർണ്ണമായിട്ടും മെയിൻ ലിസ്റ്റിൽ നിന്ന് ആളെ ഫുൾ എടുത്തു കഴിഞ്ഞാൽ റദ്ദാവുമല്ലോ, സ്വാഭാവികമായിട്ടും ഓൾറെഡി റദ്ദാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു റാങ്ക് പട്ടിക റദ്ദാവാനാണ് സാധ്യത. കാരണം 41 വരെ ഓപ്പൺ പോയിട്ടുള്ള റാങ്ക് പട്ടികയാണ്. ആകെ 60 പേരെ മാത്രമാണ് ഈ റാങ്ക് പട്ടികയിൽ മെയിൻ ലിസ്റ്റ് ഇട്ടേക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പം
എനിക്ക് തോന്നുന്നു മുഴുവൻ പേരെയും ഈ റാങ്ക് പട്ടികയിൽ നിന്ന് എടുക്കുമോ, ഇനി ഒരു വർഷം 8 മാസം ഉണ്ട്, ആ ഒരു സമയത്തേക്ക് എടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ HSST കെമിസ്ട്രി പോലെ ഒരു മത്സര പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കുക എന്നുള്ളതാണ്. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് നമുക്ക് ഏറ്റവും ഒന്നാമത് എത്താൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ കീ അക്കാഡമി നിങ്ങളെ ഒരു പരിശീലനത്തിന് ഒരുക്കുമ്പോൾ, ഒന്ന് രാഗി മിനുക്കുമ്പോൾ നിങ്ങൾ ആദ്യം 1-ാം സ്ഥാനത്ത് നിങ്ങൾ എത്തണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിശീലനം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ 1-ാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജികളാണ് ഞങ്ങൾ എല്ലാ കോഴ്സുകളിലും പരീക്ഷിക്കുന്നത്. ഈ അടുത്തിടെ നടന്ന നമുക്കറിയാം നിങ്ങളൊക്കെ അപ്ലൈ ചെയ്ത പരീക്ഷയാണ്, നിങ്ങളൊക്കെ എഴുതിയ പരീക്ഷയാണ് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി പരീക്ഷ. സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി പരീക്ഷയിൽ 10 പേരായിരുന്നു മെയിൻ റാങ്ക് പട്ടികയിൽ. 10 പേരായിരുന്നു ആകെ കെമിസ്ട്രിയിൽ 10 പേരെ ഇട്ടിട്ടുള്ളായിരുന്നു. ആ 10-ൽ 6 പേരും 1-ാം റാങ്ക് അടക്കം മാസ്റ്റർ കീ അക്കാഡമിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെന്ന് പറയുന്നതാണ് ഞങ്ങളുടെ അഭിമാനം എന്ന് വെച്ചാൽ. അപ്പോൾ റാങ്ക് ഉള്ളിടത്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റാങ്ക് ഉള്ളിടത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി 10-ൽ 6 റാങ്കും ഇവിടെ ഉണ്ട്. 10-ൽ 6 റാങ്കും മാസ്റ്റർ കീ അക്കാഡമിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം. 1-ാം റാങ്ക് നേടിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ് വൈദേഹി. അപ്പോൾ വൈദേഹി വളരെ പെട്ടെന്ന് തന്നെ സർവീസിൽ എത്തുന്ന ആളാണ്. അതുപോലെ തന്നെ കെമിസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള പരീക്ഷയായിരുന്നു സാനിറ്ററി കെമിസ്ട്രി പരീക്ഷ. സാനിറ്ററി കെമിസ്ട്രി പരീക്ഷയിൽ നിങ്ങൾ നോക്കിയേ, ആദ്യ റാങ്കുകളടക്കം മാസ്റ്റർ കീ അക്കാഡമിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു. ആദ്യ റാങ്കുകളടക്കം 1, 3 തുടങ്ങി ആദ്യ റാങ്കുകളടക്കം മാസ്റ്റർ കീ അക്കാദമിയിലെ ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു. അവരൊക്കെ നമ്മുടെ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയിലും ഇടം നേടിയിട്ടുണ്ട് റാങ്ക് പട്ടികയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. തോമസ് കുട്ടി ടോം സാനിറ്ററി കെമിസ്ട്രിയിൽ 1-ാം റാങ്ക് ആയിരുന്നു. ഡോക്യുമെന്റ്സിൽ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 4-ാമത്തെ റാങ്ക് ആയിരുന്നു എന്ന് തോന്നുന്നു സാനിറ്ററി കെമിസ്ട്രിയിൽ, നമ്മുടെ സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സിൽ. നിയമന ഉത്തരവുകളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് അവരുടെയൊക്കെ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഈ അടുത്തിടെ നടന്ന നമുക്കറിയാം നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷ. നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ മാറ്റുരച്ച പരീക്ഷയായിരുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷ. അതിന് നമുക്കറിയാം ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്ന ഒരുപാട് സയൻസ് ബേസ്ഡ് ആയിട്ട് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉള്ള ആളുകൾക്ക് ഇത് ചെയ്യാമായിരുന്നു. അതായത് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുള്ള ഡോക്ടർമാർക്കടക്കം അപ്ലൈ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷ. ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയിലെ ആദ്യത്തെ 5 പേരിൽ 4 പേരും മാസ്റ്റർ കീ അക്കാഡമിയിലെ ഉദ്യോഗാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഫുഡ് സേഫ്റ്റി ഓഫീസറിലെ ആദ്യത്തെ 5 പേരിൽ 4 പേരും നമ്മുടെ കുട്ടികളായിരുന്നു. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഊർജം നൽകുന്നതാണ്, വളരെ അഭിമാനം നൽകുന്ന കാര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ അടുത്തിടെ നടന്ന നമ്മുടെ സ്റ്റേറ്റ് ലെവൽ പരീക്ഷ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിലേക്ക് നടന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയിലെ ആദ്യ റാങ്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി ശ്രീനിതയ്ക്കായിരുന്നു. 1-ാം റാങ്കും 2-ാം റാങ്കും അടക്കം 2-ാം റാങ്ക് ഫാത്തിമത്തുൽ റിൻസാനെ ആയിരുന്നു. അപ്പോൾ ഈ പരീക്ഷയ്ക്കൊക്കെ 1ഉം 2ഉം അടക്കം ആ റാങ്ക് ലിസ്റ്റിൽ പകുതിയിലധികം പേരും പഠിച്ചത് മാസ്റ്റർ കീ അക്കാഡമിയിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ നമുക്കറിയാം NVT-യുടെ നോട്ടിഫിക്കേഷൻ വന്നു, HST കെമിസ്ട്രിയുടെ വന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 2 പരീക്ഷയ്ക്ക് കൂടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒറ്റ കോഴ്സിൽ ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ ഇപ്പോൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം എല്ലാ പരീക്ഷകൾക്കും PG ലെവൽ പരീക്ഷകൾക്കെല്ലാം ഒരുങ്ങാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു റാങ്ക് ഫയൽ സൗജന്യമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമി ഏറ്റവും പുതിയ ബാച്ചുകൾ HSST NVT കെമിസ്ട്രി ആരംഭിക്കുകയാണ്. ഏറ്റവും പുതിയ ബാച്ചുകളിൽ റിസൾട്ട് ഉള്ളിടത്ത് തന്നെ പഠിച്ച് നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താനുള്ള ഒരു അവസരം കൂടിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളാണ് ആദ്യ റാങ്കുകൾ എത്തിയിരിക്കുന്നത്. വിവിധ പൊസിഷൻസിൽ പല ഡിപ്പാർട്ട്മെന്റുകളിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും. ഇനിയും ഒരുപാട് റാങ്കുകൾ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. മാസ്റ്റർ കീ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠനം ആരംഭിക്കുക. ഓക്കെ, താങ്ക് യു.